2023 പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ പുതിയൊരു ദേവാലയം പുതുവർഷ ദിനത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിന് നന്ദി പറയാൻ നാം ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആരംഭത്തിൽ തന്നെ സാർവത്രികയുടെ സഭയുടെ തലവനായിരുന്ന മുൻ മാർപ്പാപ്പ ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ നമുക്ക് പ്രത്യേകം അനുശോചനം രേഖപ്പെടുത്തുകയും മാർപ്പാപ്പയുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രത്യേകം ഈ കുർബാനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ തുടക്കത്തിൽ വികാരിയച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ആഗ്രഹിച്ച പലതരത്തിലുള്ള സഹായ സഹകരണങ്ങൾ നൽകിയ ഇതിനെ ഓർത്തിരുന്ന നമ്മുടെ ലൂയിസ് എടക്കളത്തൂരച്ചനെ, ജോസഫ് കാക്കശ്ശേരിയച്ചനെ, പീറ്റർ പാലിയൂരച്ചനെ, നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന മരിച്ചുപോയ വികാരിയച്ഛന്മാരെ, കൈക്കാരന്മാരെ, പ്രത്യേകിച്ച് ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ഈ ഇടവകയിൽ നിന്ന് നിര്യാതരായിട്ടുള്ളവരെയൊക്കെ പ്രത്യേകം ഓർത്ത് ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ അവരെ അനുസ്മരിച്ച് അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി നമ്മുടെ നിന്ന് വേർപിരിഞ്ഞു പോയവരോർത്ത് അവർക്ക് വേണ്ടി ഈ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് പലതുകൊണ്ടും നമുക്ക് പ്രത്യേകതയുള്ള ദിവസമാണ്. യേശുവിൻ്റെ പിറവി തിരുനാൾ ആചരിച്ചതിന് ശേഷം 8ാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ക്രിസ്തുമസ് കഴിഞ്ഞു വരുന്ന ദിവസം ഞായറാഴ്ച, ക്രിസ്തുമസ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ്. ഇന്ന് എല്ലാ കുടുംബജീവിതം നയിക്കുന്നവരുടെയും സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാളാണ്. യേശുവിൻ്റെ ജനന തിരുനാൾ കഴിഞ്ഞ് 8ാം ദിവസം യേശുവിൻ്റെ നാമകരണ തിരുനാളാണ്, പരിച്ഛേദന തിരുനാളാണ്, ഉണ്ണീശോയുടെ തിരുനാളാണ്. അതുകൊണ്ട് ഇന്ന് ഈശോയ്ക്ക് ആ പേര് കിട്ടിയ ദിവസം പ്രത്യേകമായ വിധത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ദിവസമാണ്. പുതിയൊരു വർഷത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇങ്ങനെ പലതുകൊണ്ടും പ്രാധാന്യമുള്ള പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ ദേവാലയ സമർപ്പണത്തിൻ്റെയും ഒപ്പം ദൈവമാതൃത്വ തിരുനാളിനും ഒക്കെ ഈ ദിവസങ്ങളിൽ ഓർക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിൽ ഇതാ നമ്മുടെ ഒരു നവീകൃതമായ പുതുതായി നിർമ്മിച്ച ദേവാലയം ഇപ്പോൾ ദൈവത്തിനായി കൂദാശ പരികർമ്മത്തിനായി സമർപ്പിക്കപ്പെടുന്നത്. ഞാൻ ഈ വഴി കൂടെ പോകുമ്പോൾ പലപ്പോഴും ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കയറി കഴിഞ്ഞപ്പോൾ ആൾക്കാരെ സമ്മതിച്ചു തന്നിരിക്കും. പള്ളി ഞാനിവിടെ വന്ന വഴിക്കന്നെ കുട്ടികളോടും ചേച്ചിമാരോടൊക്കെ ചോദിച്ചു എങ്ങനെയുണ്ട്. എല്ലാവർക്കും ഒരേ വാക്ക പറയാനുള്ളൂ. എന്താ പറഞ്ഞ നിങ്ങൾ? സൂപ്പറായിട്ടുണ്ട്. ആൾക്കാരെ സമ്മതിച്ചു തന്നിരിക്കുന്നു. പള്ളി നിങ്ങൾ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പരിമിതി, മറ്റു പല തരത്തിലുള്ള പരിമിതി, കോവിഡിൻ്റെ പരിമിതി, അങ്ങനെ പല തരത്തിലുള്ള പരിമിതികളുണ്ടെങ്കിലും നിങ്ങൾ മനോഹരമായി നല്ല ആർട്ട്, മോഡേൺ ആർട്ട് തന്നെ മനോഹരമായി. ഞാൻ ആ കുരിശ് നോക്കി, ക്രൂശിത രൂപം, അതിൻ്റെ പിന്നിൽ ഉത്താനവും എല്ലാം കൂടി നോക്കിയപ്പോൾ നിങ്ങൾ സമ്മതിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ലിർലച്ച, പിന്നെ കൺവീനർ ജോയ് അറങ്ങാശ്ശേരി, കൈക്കാരന്മാരെ പ്രത്യേകിച്ച് റാഫി, അഞ്ചു, സിജു തുടങ്ങി ഞാൻ ലിർലച്ചൻ്റെ അപ്പനും അമ്മേനും കൂടിയിട്ട് അനുമോദിക്കാൻ ആഗ്രഹിക്കുക. മോൻ സൂപ്പറായിട്ട് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പം ആരെയാ നിങ്ങൾ അനുമോദിക്കേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന കുട്ടികളെയാണ് ഏറ്റവും അധികം. നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു പള്ളി കിട്ടിയില്ലേ, നിങ്ങൾ നന്ദി പറയണ്ട. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. വളരെ നന്നായിരിക്കും. അപ്പം ആർക്കാ നന്ദി പറയണ്ടേന്ന് ആലോചിക്കണേ. അതിൻ്റെ ഇടയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ.
ആരാ ഈ ആളൂര് സെന്റ് സെബാസ്റ്റ്യൻ ഇത്രയും മനോഹരമായ പള്ളി പണിതത്? ആരാ പണിതേ? വിചാരിച്ചും പറഞ്ഞു ഒരു നല്ല ശതമാനം ശ്രമദാനമായിരുന്നു. കോവിഡിൽ ഈ ഇടവക്കാരും മറ്റുള്ള എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 കോടിയോളം ചിലവായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ചിലവായിട്ടുണ്ട്. അതൊക്കെ ശ്രമദാനമാണ് അധികം. കടമുണ്ടോയെന്ന് ചോദിച്ചു. 4-5 ലക്ഷം. അതൊന്നും ഒരു പ്രശ്നം, ആൾക്കാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ചോദിച്ചോട്ടെ, ആരാ പള്ളി പണിതേ? പലതരത്തിലുള്ള ഉത്തരവാദിത്തം കേൾക്കണേ. വിചാരിച്ചനാണോ? കൺവീനറാണോ? എൻജിനീയറാണോ? നിങ്ങളാണോ? അപ്പോൾ നിങ്ങൾ കല്ലിട്ടപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ടോണി പിതാവല്ലേ കല്ലിട്ടെ? അന്ന് 126-ാമത്തെ സങ്കീർത്തനാണ് ചൊല്ലിയത്. 1960-ലാണ് നമ്മുടെ ഡൊമിനിച്ചൻ മനോഹരമായ ചരിത്രം പറഞ്ഞതുപോലെ 60-ൽ തുടങ്ങി, പിന്നെ 79-ൽ തുടങ്ങി, 81-ൽ പള്ളി വെഞ്ചരിച്ചു, പിന്നെ അങ്ങനെ 81 ഇടവയായി, 92-ൽ ഇടവയായി, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വളർന്നു. പക്ഷെ നിങ്ങൾക്ക് മറ്റം ഇടവയിൽ നിന്ന് മാറാൻ ഇപ്പോൾ ഇഷ്ടമുണ്ടോ എന്ന് സംശയമാണ്. കാരണം പുരാതന പ്രസിദ്ധമായ മറ്റിടവയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ തള്ളപ്പള്ളിയേക്കാളും പിള്ളപ്പള്ളി വളരുന്നുണ്ടോ എന്ന് ഫോറൻ വികാരിക്ക് ചിലപ്പോൾ ഒരാശങ്ക തുടങ്ങാൻ സാധ്യതയുണ്ട്. കാലത്തിൻ്റെ അനുസരിച്ച് തന്നെ വളരുകയാണ്. എങ്കിലും മറ്റത്തിൻ്റെ പൈതൃകം മുഴുവൻ ഇവിടെയുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പം ആരാ പള്ളി പണിത്? 126-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കല്ലിട്ടപ്പോൾ പറഞ്ഞ എന്താ? കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകും. അപ്പോൾ ദേവാലയമാകണമെങ്കിൽ അത് കർത്താവ് പണിയണം, അല്ലെങ്കിൽ കല്ലുക്കുമായുള്ള മനോഹരമായൊരു ഹോളാവും. അപ്പോൾ നിങ്ങൾ ചെയ്തത് എന്താ? കർത്താവിൻ്റെ കരങ്ങളിൽ ദേവാലയ നിർമ്മാണത്തിന് ഉപകരണങ്ങളായി. നമ്മുടെ തല ഉപയോഗിച്ചു, കരങ്ങൾ ഉപയോഗിച്ചു, പോക്കറ്റിലെ പണം ഉപയോഗിച്ചു, പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്ത്? പച്ചക്കറി, വട്ടയപ്പം, പിന്നെ എന്തൊക്കെയാ പിന്നെ നിങ്ങൾ ചെയ്ത്? പലതരം കല്ല് സമർപ്പണം. അച്ഛൻ വായിച്ച് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കല്ല് സമർപ്പണം, പൊന്നു സമർപ്പണം, പിന്നെ പഴയ ചേർത്തിമാരുണ്ടെങ്കിൽ മേക്കാമോദര അടക്കെടുത്ത് കൊടുത്തേനെ. പിന്നെ അങ്ങനെ പല തരത്തിലുള്ള സമർപ്പണങ്ങളൊക്കെ നടത്തി. പിന്നെ അവസാനം കോവിഡ് കാലത്ത് അടുത്ത പള്ളികളിൽ പോയിട്ട് ചോദിക്കാനും മടിയൊന്നും നിങ്ങൾക്ക് ഉണ്ടായില്ല. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ നിങ്ങളെ നയിച്ചത്, പ്രവർത്തിച്ചത് ആരാ? കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ ഉപകരണങ്ങളായി. കുട്ടികൾ പണിയെടുത്താ? അവരും പണി നോക്കാനെല്ലാം നിങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്ദി പറയുന്നത് എന്തിനാ? കർത്താവിൻ്റെ കരങ്ങളിൽ ഈ ആളൂര് പ്രദേശത്തുള്ള ഇടവക്കാർ മാത്രമല്ല, ചുറ്റുഭാഗത്തുള്ള ചുറ്റുവശത്തുള്ളവരെയും ജാതി മതഭേദമെന്നെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഉപകരണമാക്കിയതിന്, കർത്താവിൻ്റെ ഒരു ആലയം നിർമ്മിക്കാൻ നമ്മെ കർത്താവ് ഉപകരണമാക്കിയതിന് ദൈവത്തിന് നന്ദി പറയാം. കർത്താവാണ് ഭവനം പണിതുകൊണ്ട് ഇത് മനോഹരമായി തീർന്നിരിക്കുകയാണ്. 3 ചോദ്യങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുക. 1, എന്താണ് ദേവാലയം? 2, എന്തിനാണ് ദേവാലയം? 3, എങ്ങനെയാണ് ഒരു ദേവാലയം? ചോദ്യം ബുദ്ധിമുട്ടുള്ളതാണോ? പഴയ നിയമത്തിൽ 1-ാമത്തെ വായന സോളമൻ, ദാവീദ് ആഗ്രഹിച്ച് സോളമൻ പണിയുന്നതിന് അതിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചാണ്. 2-ാമത്തെ വായനയിൽ ഏശയ്യാ പ്രവാചകൻ എങ്ങനെയായിരിക്കണം ഒരു കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവർത്തിക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ദേവാലയം എന്താണ് എന്ന ചോദ്യത്തിന്, നിങ്ങളിൽ ദൈവം വസിക്കുന്നു, നിങ്ങളാണ് ദേവാലയം, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞതാണ്. പ്രത്യേകിച്ചും 16-ാമത്തെ വാക്യത്തിൽ. എന്താ ദേവാലയം? ഈ മനോഹരമായ ഹോളും ഈ ദേവാലയവും തമ്മിലുള്ള വ്യത്യാസം എന്താ വ്യത്യാസം?
ഇപ്പോൾ ഇനിയുള്ള പ്രാർത്ഥനകളൊക്കെ പരിശുദ്ധാത്മാവെ വന്ന് ഈ ബലിപീഠത്തിന്മേൽ ആവസിച്ച് ഇത് ദൈവത്തിൻ്റെ ആലയമായിട്ട് നിങ്ങൾ അതിൻ്റെ തൈലം പൂശിയിട്ടാണ് പ്രാർത്ഥിക്കുക. അതിൻ്റെ ഈ ദേവാലയ കൂദാശയിൽ ഈ പൂശണ തൈലത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയാണ് കൂടുതൽ. പരിശുദ്ധാത്മാവ് വരട്ടെ, ദൈവത്വം വരട്ടെ, അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ആവാസമുള്ള ഒരു സ്ഥലമാകണം. ദേവാലയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിശ്വാസികളുടെ സമൂഹം എന്നാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. ഇത് കഴിഞ്ഞാൽ, പ്രസംഗം കഴിഞ്ഞ കാറസൂസ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കാൻ പോവുക. അത് പട്ടം കൊടുക്കുമ്പോൾ ആ ഡീക്കനെ കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിച്ചിട്ടേ പട്ടം തരുള്ളൂ. സന്യസ്തർക്കും വിശ്വാസപ്രമാണമുണ്ട്. പള്ളി കൂദാശ ചെയ്യണമെങ്കിൽ വിശ്വാസം, അവിടെയുള്ള എല്ലാവരും വിശ്വാസപ്രമാണം ചെല്ലണം. അതിൻ്റെ കാരണം ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കേട്ട കർത്താവിൻ്റെ വാക്കാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ദേവാലയം. കാസറെ ഫിലിപ്പിയിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് ചോദിച്ച കാര്യമാണ് സുവിശേഷത്തിൽ. ഇന്ന് യേശു ചോദിക്കുക, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അഭിപ്രായം എന്തായിരുന്നു? പലതരത്തിലാണ്. ശിഷ്യന്മാരോട് ചോദിച്ചു, ആളുകാരോട് ചോദിച്ചു, നിങ്ങൾ പുതിയ പള്ളി പണിയുമ്പോൾ ഈശോ ആരെന്നാണ് നിങ്ങൾ പറയണേ? ആരെന്നാ പറയണേ? മത്തായി 16:16 പത്രോസ് പറഞ്ഞു, ഉത്തരം നിങ്ങൾ പറഞ്ഞോ? പറയണ്ട. അത് പറഞ്ഞില്ലെങ്കിൽ പള്ളി കൂദാശയില്ല, ഞാൻ പോവും. അത് നിങ്ങൾ പറഞ്ഞാലേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്താണത്? നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതാണ് വിശ്വാസപ്രകാരം നടത്തുന്നത്. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞത് എന്താ? മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി തന്നതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. അല്ലാണ്ട് അവരിവരും പറയുന്ന പോലെയല്ല. എന്നിട്ട് പത്രോസ് ശിമിയോനോട് പറഞ്ഞത് എന്താ? നീ പാറയാണ്, പത്രോസാണ്. ഈ വിശ്വാസമാകുന്ന പാറയിലാണ് പള്ളി പണിയുക. അതുകൊണ്ട് ഈ പള്ളി കൂദാശ ചെയ്യണമെങ്കിൽ നമ്മുടെ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കൂടണം. അങ്ങനെയുള്ളവരാണ്, അങ്ങനെയുള്ള സ്ഥലം, വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ദേവാലയം. എന്തിനു വേണ്ടിയ ദേവാലയം? എന്തിനാ? ഭക്ഷണം കൊടുക്കാനാ? എന്തിനാ? പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാ? ഞാൻ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ എനിക്കിഷ്ടമാണ്. ഈശോ, ആളുകാരാണെങ്കിൽ ഇവിടെ കാറ്റീസൊക്കെ വളരെ നന്നായി നടക്കുന്നു, പിന്നെ മിശിഹായുടെ തറവാട്ടുകാരെന്നാണ് ആളുകാരെ മുഴുവൻ പറയുന്നത്, മറ്റും കാര്യം. അതുകൊണ്ട് പരമ്പരാഗതമായ ഇങ്ങനെ ക്രിസ്ത്യാനികളായിട്ടുള്ള നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചോദിച്ചോട്ടെ. ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ ഭാഗം ഏതാ? ലൂക്ക 22:15. ഏതാ? ലൂക്ക 22:15. ഇന്ന് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം, ഏറ്റവും അധികം ആഗ്രഹിച്ചു. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ എഴുതിയിട്ടുള്ളവർ ലൂക്ക 22:15 ഒന്നുകൂടി പോയി നോക്കുക. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു. എന്തിനാ ഈശോ ഭൂമിയിലേക്ക് വന്നേ? മനുഷ്യനെ രക്ഷിക്കാൻ, നഷ്ടപ്പെട്ട സ്വർഗം വീണ്ടും നൽകാൻ, മനുഷ്യരെ ഈ ഭൂമിയിൽ തന്നെ ദൈവരാജ്യം തുടങ്ങി അവസാനം സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ എത്തിക്കാൻ, അകന്നുപോയവരെ മാനസാന്തരപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ. അതിനുവേണ്ടി യേശു എന്തു ചെയ്തുവോ അത് ലോകാവസാനം വരെ തുടരാൻ വേണ്ടി യേശു പിറ്റേ ദിവസം പീഡാസഹനം, മരണം, ഉത്ഥാനം ഇതൊക്കെ ചെയ്ത് മനുഷ്യർ പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ച് സഭ സ്ഥാപിച്ച ആ കാര്യങ്ങളെല്ലാം ലോകാവസാനം വരെ തുടരാൻ വേണ്ടി ലൂക്ക 22:19 യേശു പറഞ്ഞു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞു. യേശു ഓർമ്മയ്ക്കായി ചെയ്യാനായിട്ട് എന്തു പറഞ്ഞുവോ അത് ലോകാവസാനം വരെ തുടരാൻ വേണ്ടിയാണ് സെഹിയോൻ ശാലയിൽ ഒരുമിച്ച് കൂടിയത്. അപ്പോൾ ഇവിടെ ആളുകാർ ചോദിക്കേണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ
തൃശ്ശൂർ പുത്തമ്പള്ളി അവിടെ ആയിരുന്നപ്പോൾ ചെറിയൊരു കൺസ്ട്രക്ഷൻ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ കുറച്ച് പേര് എല്ലാവരും ഇവിടെ വിമർശിക്കുന്നവരധികം ഇല്ലല്ലോ അല്ലേ? എന്ത് ചെയ്താലും കുറ്റം കാണുന്നവരില്ലേ? അതിവിടെ ഇല്ല. അവരുടനെ തന്നെ ആൾക്കാരങ്ങനെയല്ല, ഞാൻ വേറെ സ്ഥലത്തെ കാര്യമാണ് പറഞ്ഞത്. ഉടനെ തന്നെ പറഞ്ഞു, ഇതെങ്ങനെ ഇതൊക്കെ ചെയ്യണേ? അത് പോയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുത്തോടെ. ശരിയല്ല. ഈ എത്ര കോടി ചെലവായി? അത് പാവപ്പെട്ടവർക്ക് കൊടുത്താൽ മതി. ഇത് എന്തിനാ ചോദിക്കാൻ സാധ്യതയില്ലേ? അപ്പോ അവരോട് ഞാൻ പറയുക, ആൾക്കാരെ പേടിക്കണ്ട. യേശു ഏറ്റവും അധികം ആഗ്രഹിച്ച് ചെയ്തൊരു കാര്യം തുടരാൻ വേണ്ടി യേശു ഒരുങ്ങിയതിനെ കുറിച്ച് ലൂക്ക 22:12 അതിൽ പറയുന്നത് എന്താ? ആ സ്നേഹത്തിൻ്റെ സഹീയോൻ ശാലയിൽ നൽകിയത് എന്താ? സ്നേഹത്തിൻ്റെ പ്രമാണം നൽകി, പുതിയ കൽപ്പന ദൈവവചനം നൽകി, കാലുകഴുകൽ ശുശ്രൂഷയുടെ മാതൃക നൽകി, പൗരോഹിത്യം സ്ഥാപിച്ചു, പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു, പിന്നീട് പരിശുദ്ധാത്മാവിനെ അയച്ചു. ആ സ്ഥലത്തെ എങ്ങനെയാണെന്നാ പറഞ്ഞ്? എന്തുകൊണ്ടാണ് പള്ളി ഇത്രയും മനോഹരമായിട്ട് ലിർലച്ചൻ്റെ നേതൃത്വത്തിൽ പണിതെന്ന് ചോദിച്ചാൽ ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്തിയ ലൂക്ക 22:12 പോയി വായിക്കാൻ പറഞ്ഞാൽ മതി. അവിടെ എന്താ പറയണേ? ആ സഹീയോൻ ശാലയെ വിളിച്ച പേരെന്തെന്നാണെന്നറിയാം? അലങ്കരിച്ച വലിയ മാളിക. അപ്പോൾ യേശു ലോകാവസാനം വരെ എന്തിനായി ഭൂമിയിലേക്ക് വന്നുവോ അത് തുടരാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ചു, സുവിശേഷം പ്രസംഗിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, പാപികളെ മാനസാന്തരപ്പെടുത്തി, പീഡകൾ സഹിച്ചു, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ പോലെ വധിക്കപ്പെട്ടു, ബലി ചെയ്യപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, പരിശുദ്ധാത്മാവിനെ അയച്ചു, പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഒരുമിച്ചിരുന്നവർക്ക് അങ്ങനെ സഭ ഉദ്ഘാടനം ചെയ്തു. അത് തുടരാൻ വേണ്ടി യേശു സഹീയോൻ ശാലയെ വിളിച്ച പേര് അലങ്കരിച്ച. അപ്പോൾ ആൾക്കാരെ ഇത്രയും മനോഹരമാക്കിയതിന് കാരണം എന്താ? യേശു ജനിച്ചത് എവിടെയാ? കാലിത്തൊഴുത്തില്. മരിച്ചത് എവിടെയാ? കുരിശുമ്മേ. അടക്കപ്പെട്ടത് എവിടെയാ? വേറൊരാളുടെ കല്ലറയില്. ഇത്രയും പാവപ്പെട്ട ജീവിതം നയിച്ച് ഈശോ ലോകാവസാനം തുടരാനുള്ള കുർബാന സ്ഥാപനത്തിന്, പൗരോഹിത്യ സ്ഥാപനത്തിന്, വചനപ്രഘോഷണത്തിന്, അതിനെല്ലാത്തിനും ചെയ്തത് ഒരുങ്ങി, ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി. അതുകൊണ്ടാണ്. എന്തിനു ദേവാലയം? അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാമത്തെ അധ്യായം 42-ാം വാക്യത്തിൽ ആദ്യത്തെ ക്രിസ്ത്യാനികൾ 4 കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെയാ? നിങ്ങൾ നന്നായിട്ട് ബൈബിൾ നന്നായിട്ട് പകർത്തി എഴുതിയവർ നന്നായിട്ട് അറിയാം. ഏത് കാര്യങ്ങളാണ് 4 കാര്യങ്ങൾ? 1 അപ്പസ്തോലം അപ്പം മുറിക്കലല്ല. 1 അപ്പസ്തോലന്മാരുടെ പ്രബോധനം, 2 കൂട്ടായ്മ, 3 അപ്പം മുറിക്കൽ, 4 പ്രാർത്ഥന. ഇതിനായി പള്ളി. എനിക്ക് വലിയ സന്തോഷം ആളൂർ വന്നപ്പോൾ ഇവിടെ കുറേയേറെ പേര്, കുട്ടികളും ഏറ്റവും പ്രായമായിട്ടുള്ളവരടുത്തും പുതിയ നിയമം മുഴുവൻ ബൈബിളും പകർത്തി എഴുതിയിട്ടുണ്ട്. ഇനി പള്ളി കൂതാശ, ബലിപീഠ കൂതാശ കഴിഞ്ഞാൽ വികാരിച്ചൻ അവിടെ മോണ്ടകത്ത് നിന്ന് ആഘോഷമായിട്ട്, അത് നിങ്ങളുടെ കയ്യെഴുത്ത് പ്രതിയുടെ ബൈബിളാണോ കൊണ്ടുവരണമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടെന്നാലും കുഴപ്പമില്ല, അത് ആഘോഷമായിട്ട് ഇങ്ങോട്ട് എഴുതിയുള്ളി വന്ന് എവിടെ വെക്കണേ? അവിടെ ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് എഴുന്നള്ളിച്ച് വയ്ക്കും. ഈ ദേവാലയത്തിൻ്റെ 1-ാമത്തെ ലക്ഷ്യം വചനപ്രഘോഷണമാണ്. ജന്നത്തെക്കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വചനപ്രഘോഷണത്തിൻ്റെ ഓർമ്മയാവും. കുർബാനയിൽ വിശ്വാസ പരിശീലനമാണ്. കാറ്റഗിസം നന്നായി, വിശ്വാസ പരിശീലനം, ധ്യാനം, വചനപ്രഘോഷണം അതൊക്കെ നടക്കുന്ന സ്ഥലമാണ് ദേവാലയം. അതിനാണ് 1-ാമത്തെ ലക്ഷ്യം. അങ്ങനെ 2-ാമത്തെ ലക്ഷ്യം കൂട്ടായ്മ ഉണ്ടാവില്ല. യോഹന്നാന്റെ സുവിശേഷം 8:31-32 പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ. അപ്പോൾ വചനം ശരിക്ക് കേട്ട് കഴിഞ്ഞാൽ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിക്കും. ക്രിസ്തുവാകുന്ന ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന അവയവമായി, ക്രിസ്തുവാകുന്ന തായ്താണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശിഖരമായി,
ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ പണിയപ്പെട്ട ഭവനമായി, ക്രിസ്തുവാകുന്ന ഇടയനോട് ചേർന്ന് നിൽക്കുന്ന അജഗണമായി, ക്രിസ്തുവാകുന്ന മണവാളനോട് ചേർന്ന മണവാട്ടിയായി, ഇതൊക്കെയാണ് സഭയുടെ വിശേഷണം. അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് മാറും. ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ്. പള്ളി നവീകരിച്ചപ്പോൾ വിചാരിച്ച ഇവിടുത്തെ എല്ലാ കുടുംബങ്ങളും നവീകരിച്ച. ഇന്ന് പ്രതിജ്ഞ എടുക്കേണ്ടത് തിരുക്കുടുംബ തിരുനാളിൽ നിങ്ങളുടെ കുടുംബം കൂട്ടായ്മയാ, കുടുംബ സമ്മേളനം കൂട്ടായ്മയാ, സംഘടന കൂട്ടായ്മയാ, പ്രതിനിധിയോഗം കൂട്ടായ്മയാ, പൊതുയോഗം കൂട്ടായ്മയാ, ഇടവക കൂട്ടായ്മയാ, പൊതുസമൂഹം കൂട്ടായ്മയാ. ഈ കൂട്ടായ്മ ശക്തിപ്പെടല്. പള്ളി മാത്രം ശക്തിപ്പെട്ടാൽ പോരെ കേട്ടോ, ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസം. അതുകൊണ്ട് പുതുവർഷത്തിൽ പുതിയ പള്ളി പണിതപ്പോൾ ആളുകാരുടെ ആ വിശ്വാസം നോക്കി, ആളുകാരുടെ ക്രിസ്തീയ ജീവിതം അങ്ങനെ മറ്റുള്ളവർക്ക് പറയാൻ പറ്റുമോ? പള്ളി പുതുക്കി പണിതാൽ അതും കൂടി വേണം. എനിക്ക് പറ്റുന്ന, നിങ്ങളെ കണ്ടിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടായ്മ ശക്തിപ്പെടും. ആ കൂട്ടായ്മയിൽ ഒരു പ്രത്യേക കാര്യം കൂടി ഉണ്ട് കേട്ടോ. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ക്രിസ്തു കൂടി ഉണ്ട്. പക്ഷേ ക്രിസ്തുവിനെ കിട്ടണമെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്. മത്തായി 25:40 ഈ എളിയവരിൽ ഒരുവിന് ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ്. ഈ കൂട്ടായ്മ സംഘടനകളെല്ലാം ശക്തിപ്പെടുമ്പോൾ ഒപ്പം തന്നെ പള്ളിപ്പണി പൂർത്തിയായ ഞാൻ പറഞ്ഞു പൂർത്തിയായിട്ടില്ല. കർത്താവേ, നിങ്ങളുടെ പള്ളിപ്പണി പൂർത്തിയാവണമെങ്കിൽ ദശാംശമെങ്കിലും പാവപ്പെട്ടവർക്കായി കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമമായൊന്നും എനിക്കറിയില്ല. പള്ളിപ്പണി പൂർത്തിയാവണമെങ്കിൽ ഇതും കൂടി വേണം. അത് നിങ്ങളിതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവണേ. അപ്പം അതും കൂടി ഈ കോവിഡ് കാലത്ത് ചെയ്തൊക്കെ കൂടെ കൂട്ടിയിട്ടായാലും മതി. 3 കോടി ഉണ്ടെങ്കിൽ 10% എത്രയായി ആലോചിച്ചോ. അതും കൂടി കഴിയുമ്പോഴാണ് പള്ളിപ്പണി പൂർത്തിയാവും. അതാണ് കൂട്ടായ്മ. അപ്പോൾ പ്രബോധനം, കൂട്ടായ്മ. 3ാമത് എന്താണ്? അപ്പം മുറിക്കൽ, കൂദാശകൾ. എവിടെയാ മാമോദിസ തൊട്ടി? അത് പുതിയതാണോ? അവിടുന്ന് തുടങ്ങി സ്ഥായി ലേപനം പരിശു. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ ഈ പരിശുദ്ധ കുർബാന അർപ്പണം, പിന്നെ വിവാഹാശീർവാദം, കുമ്പസാരക്കൂടെ എവിടെ കുമ്പസാരം, രോഗീലേപനം. അത് വീട്ടിലാണെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് പള്ളിയിൽ വന്നിട്ടാ മൃതസംസ്കാരം. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടിയുണ്ട്. സെഹിയോൻ ശാലയിൽ പൗരോഹിത്യ സ്ഥാപനമുണ്ട്. ഈ ആളൂരിൽ നിന്ന് നല്ല അച്ഛന്മാരുണ്ടായിട്ടുണ്ട്. ഇനി എന്നാണ് ആവോ പട്ടം? ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാവുമോ? അതൊക്കെ നടത്തുന്ന സ്ഥലമാണ് ദേവാലയം. കൂദാശകളും കൂദാശ അനുകരണങ്ങളും നടത്തുന്ന സ്ഥലം. അങ്ങനെ വരുമ്പോൾ ഈ ദേവാലയം, യോഹന്നാൻ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ യേശു ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന കാര്യമുണ്ട്. അത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. അത് കള്ളന്മാരുടെ ഗുഹയാകരുത്. അത് പ്രാർത്ഥനയുടെ. അപ്പോൾ എന്താണ് ദേവാലയം? എന്തിനാണ് ദേവാലയം? 3ാമത് എങ്ങനെയാകണം ദേവാലയം? അതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നീ തുടർന്ന് വരുന്ന സമൂഹ പ്രാർത്ഥനയിൽ ആ ദേവാലയം എങ്ങനെയാകണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൂദാശയുടെ സമാപന പ്രാർത്ഥന അത് വീണ്ടും ചൊല്ലുന്നതാണെങ്കിലും അതിൽ കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞോട്ടെ. ഈ കൂദാശ കർമ്മം അത് കഴിയുമ്പോൾ കുർബാന തുടരുകയാണ്. അതിങ്ങനെയാണ്: ജീവദായകമായ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന്, സർവശക്തനായ ദൈവത്തിൻ്റെ സ്തുതിക്ക്, പുരോഹിതന്മാരുടെ ശംശാനന്മാരുടെ ശുശ്രൂഷ നിർവഹണത്തിന് ഈ ബലിപീഠവും ദേവാലയവും വേർതിരിക്കപ്പെട്ടു, പൗത്രീകരിക്കപ്പെട്ടു, പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കും. എന്നിട്ട് അടുത്ത വാചകം: ആളുകാരെ, ഇതിൻ്റെ പൂജ്യതയ്ക്ക് ഇണങ്ങാത്തതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ പ്രാർത്ഥിക്കും, വിശുദ്ധമായ ഈ ഭവനം എങ്ങനെയായിരിക്കണം എന്നുള്ള ചോദ്യത്തിനാണ്. വിശുദ്ധമായ ഈ ഭവനം നിർമ്മലമായും വെടിപ്പായും സൂക്ഷിക്കപ്പെടട്ടെ. ഈ ദേവാലയം നിങ്ങൾക്കും നിങ്ങളുടെ ഇടവകയ്ക്കും ഈ നാടിനും നിരന്തരമായ ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവിടമായി തീരട്ടെ. ഈ ദേവാലയം എങ്ങനെയായിരിക്കണം?
നിരന്തരമായ ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവിടമായിരിക്കണം. അപ്പോൾ 84-ാമത്തെ സങ്കീർത്തനം ചൊല്ലിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ബലിപീഠത്തിനരികിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ ആളൂർ ഇടവകയുടെ സെൻറ്റർ ഏതാ? ഈ അൾത്താര. അൾത്താര കേന്ദ്രീകൃതമായി, ദേവാലയ കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ സമൂഹം ഇവിടെ നവീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കിന്ന് ഈ കുർബാനയിൽ, ഈ കൂദാശ കർമ്മത്തിൽ ദൈവത്തിന് നന്ദി പറയാം. ദൈവം ആഗ്രഹിക്കുന്ന നല്ലൊരു സമൂഹമായി, മാതൃകാ സമൂഹമായി നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സംഘടനകളും കുടുംബ കൂട്ടായ്മകളും കാറ്റഗിസവും എല്ലാം കൂടുതൽ ശക്തിപ്പെട്ട് മാതൃകാപരമായ ഒരു ക്രൈസ്തവ സമൂഹമായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയമാണ്. ഈ ദേവാലയത്തെ ഒരു ഹാളിൽ നിന്ന് കല്ലുങ്കമായ ഒരു കെട്ടിടത്തിൽ നിന്ന് മാറ്റി ദൈവം വസിക്കുന്ന ഇടമാക്കുകയാണ്. ഇന്ന് കൈകൂപ്പി പിടിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. പരിശുദ്ധ അമ്മയുടെ ഉദരം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ദേവാലയം ആയതുപോലെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ കല്ലും കുമ്മായത്തിൻ്റെ കെട്ടിടം ദൈവത്തിൻ്റെ ആലയമായി, ദൈവം വസിക്കുന്നിടമായി മാറുകയാണ്. യേശുവേ, നിൻ്റെ ആത്മാവിനെ സജ്ജീകരിച്ച വലിയ മാളിക മുറിയാക്കിയില്ലേ ഇവിടേക്ക് അയക്കണമേ. നമുക്ക് ഈ നിമിഷം പുതിയ വർഷത്തിൽ 2023 നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. ഈ ദേവാലയ നിർമ്മാണത്തിനായി നേതൃത്വവും സഹായ സഹകരണങ്ങളും അധ്വാനവും എല്ലാം നടത്തിയ എല്ലാവരും ഇപ്പോൾ നന്ദിയോടെ ഓർക്കാം.